തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം നൽകുന്ന ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പദ്ധതിക്ക് 9 വയസ്സ്. വാർഷിക ദിനത്തിൽ സിപിഐഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൊതിച്ചോറ് വിതരണം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി 1,64 ലക്ഷം പൊതിച്ചോറുകളാണ് ഡിവൈഎഫ്ഐ ഇതുവരെ വിതരണം ചെയ്തത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നിരാലംബരായ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം എത്തിച്ചു നൽകുന്നതാണ് ഹൃദയപൂർവ്വം പദ്ധതി. 2017 ജനുവരി 1 ഈ വേറിട്ട ആശയവുമായി ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി രംഗത്തെത്തുന്നത്. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്ന വാചകത്തിൽ തന്നെ ആ പദ്ധതിയുടെ ഉള്ളടക്കം വ്യക്തം. 1000 പൊതിച്ചോറുകൾ ദൈനംദിനം എത്തിച്ചു നൽകുക എന്നതായിരുന്നു തുടക്കത്തിൽ തീരുമാനിച്ചിരുന്നത്. പിന്നീട് പൊതിച്ചോറുകളുടെ എണ്ണം 5000-ഉം 6000-ഉം ഒക്കെയായി മാറി. ദൈനംദിനം നടക്കുന്ന ഈ പ്രവർത്തനത്തിലൂടെ ഇതുവരെ വിതരണം ചെയ്തത് 1,64 ലക്ഷം പൊതിച്ചോറുകൾ. 9ാം വാർഷികത്തിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമൊപ്പം കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു. സിപിഐഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ കോർപ്പറേഷനോ ഗവൺമെന്റോ ജില്ലാ പഞ്ചായത്തോ ഒക്കെ ചെയ്യുന്നത് പോലെ, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചെയ്യുന്നത് പോലെ സന്നദ്ധ സംഘടനകൾക്കും ചെയ്യാം. ഈ ആശയം പ്രബലമാണ്. ആ മേഖലയിൽ ഡിവൈഎഫ്ഐ കേരളത്തിലെ ഏറ്റവും മികച്ച മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന സംഘടന ഡിവൈഎഫ്ഐ ആണെന്നുള്ള കാര്യം സന്തോഷപൂർവ്വം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ദിവസവും ജില്ലയിലെ ഓരോ മേഖലാ കമ്മിറ്റിക്കാണ് ഭക്ഷണം എത്തിക്കാനുള്ള ചുമതല. ഉച്ചയ്ക്ക് 12:30 തന്നെ ഡിവൈഎഫ്ഐയുടെ പതാക കെട്ടിയ വാഹനങ്ങളിൽ പൊതിച്ചോറുകൾ എത്തിച്ച് വിതരണം ആരംഭിക്കും. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആരംഭിച്ച ഈ സംരംഭം ഇന്ന് കേരളത്തിലെമ്പാടും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഏറ്റെടുത്ത് നടത്തുകയാണെന്ന് ജില്ലാ സെക്രട്ടറി ഷിജു ഖാൻ പറഞ്ഞു. ഈ ഹൃദയപൂർവ്വം കേരളം ഇന്ന് ഏറ്റെടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് തുടങ്ങിയ പദ്ധതി ഇന്ന് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളിലുമെല്ലാം ഡിവൈഎഫ്ഐ അതിവിപുലമായ പരിപാടിയായി സംഘടിപ്പിച്ച് വരികയാണ്. പൊതിച്ചോറ് വിതരണം മാത്രമല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജീവധാര എന്ന പേരിൽ സജീവമായ രക്തദാന പദ്ധതിയും ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.